ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ആസിഫ് അലി നായകനെത്തിയ ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാളം സിനിമ രേഖാചിത്രം ആ സിനിമയുടെ 5 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ, ഒപ്പം തന്നെ സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസിലെ ഏറ്റവും പുതിയ നേട്ടങ്ങളെല്ലാം തന്നെയാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ 5 ദിവസങ്ങൾ കൊണ്ട് 30 കോടി കടന്നിരിക്കുകയാണ്. ഇന്നലെ സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച മാത്രം ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ 3.5 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷനാണ് സിനിമ നേടിയെടുത്തത്. അങ്ങനെ രേഖാചിത്രം 30 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടന്നതോടെ ആസിഫിന്റെ കരിയറിലെ രണ്ടാമത്തെ 30 കോടിയിലധികം കളക്ഷൻ കടക്കുന്ന മലയാളം സിനിമ കൂടിയായിട്ട് രേഖാചിത്രം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയ്ക്ക് ശേഷം നിലവിൽ ഏറ്റവും ഉയർന്ന ഒരു ആസിഫ് അലി സിനിമയുടെ കളക്ഷൻ നേടിയെടുത്ത സിനിമ കഴിഞ്ഞ ദിവസങ്ങളിൽ കെട്ടിയോളാണ് എൻ്റെ മലക എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനും, ഒപ്പം കഴിഞ്ഞ വർഷം ആസിഫിന്റെ പോലീസ് റോൾ നാം കണ്ട തലവൻ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായി 24 കോടിയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറികടന്നിരിക്കുകയാണ്. സിനിമയുടെ സംവിധായകന്റെ കരിയർ ബെസ്റ്റ് സിനിമ കൂടിയായിട്ട് ഇപ്പോഴത്തെ കളക്ഷന്റെ കാര്യത്തിൽ രേഖാചിത്രം മറികടന്നിരിക്കുകയാണ്. മമ്മൂട്ടിയെ പോലൊരു വലിയ താരം അഭിനയിച്ച ആദ്യ സിനിമ ദി പ്രീസ്റ്റിന്റെ 28 കോടി ഫൈനൽ കളക്ഷനും കൂടിയാണ് ഇന്നലത്തെ കളക്ഷനോടെ രേഖാചിത്രം എന്ന ആസിഫ് സിനിമ മറികടന്നിരിക്കുന്നത്. ഇനി രേഖാചിത്രം അടുത്തതായിട്ട് മറികടക്കാൻ പോകുന്ന സിനിമ മാമാങ്കം എന്ന സിനിമയുടെ കളക്ഷനാണ്. ചിത്രം വേണുകുന്നപ്പള്ളി എന്ന രേഖാചിത്രത്തിന്റെ നിർമ്മാതാവ് നിർമ്മിച്ച മലയാളം സിനിമ കൂടിയായിരുന്നല്ലോ. മമ്മൂട്ടിയുടെ 2019 ചരിത്ര ബ്രഹ്മാണ്ഡ ബിഗ് ബഡ്ജറ്റ് സിനിമ അന്ന് 135 കോടിയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററുമായിട്ട് രംഗത്തെത്തിയെങ്കിൽ പോലും യഥാർത്ഥത്തിൽ 34 കോടിയായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ്. ആ കളക്ഷൻ രേഖാചിത്രം അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ മറികടക്കുന്നതാണ്. ഇനി ഇതിനുമപ്പുറം സിനിമ കിഷ്കിന്ധകാണ്ഡത്തിന്റെ ഫൈനൽ കളക്ഷൻ മറികടക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ രേഖാചിത്രം കളക്ഷനായിട്ട്.